ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. മെയ് മാസം 19-ാം തീയതി മുതൽ 25-ാം തീയതി വരെ, അതായത് കഴിഞ്ഞ ആഴ്ചകളിൽ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 29ഓളം റിലീസുകളാണുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ലോപ്പ് നോർ ടോംബ് എന്നാണ് ഈ ഒരു അഡ്വഞ്ചർ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ 2023 റിലീസ് ചെയ്ത സിനിമയാണ്. ഹിന്ദി ഡബ്ഡ് വേർഷൻ ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. നൈറ്റ് സ്വിം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് ഈ 3 OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്രോപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ സൈജു കുറുപ്പ്, അർജുൻ അശോക് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാഴ്ച റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയായിരുന്നു അഭിലാഷ് എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സ്, ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത് ഈ 3 OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. ഹണ്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ ഷാജി കലാസ് സംവിധാനം ചെയ്ത് ഭാവന പ്രധാന വേഷം കൈകാഴ്ച സിനിമയായിരുന്നു. മനോരമ മാക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. സിംപ്ലി സൗത്തിലും ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് മലയാള സിനിമയാണ്. ഒരു കോമഡി, ഒരു അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. ബിഗ് ബെൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഫ്ലവേഴ്സ് ടിവിയിൽ കഴിഞ്ഞ ദിവസം TV പ്രീമിയർ ആയിട്ട് റിലീസ് ചെയ്തിരുന്നു. ഈ ഒരു സിനിമ ഇപ്പോൾ TV ഇതിന്റെ ഈ HD റിപ്പോ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ്. ഭയമറിയ ബ്രഹ്മ എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് തമിഴ് ഡബ്ഡ് മൂവിയാണ്. രക്ഷണ എന്നാണ് ഈ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ പേര് വരുന്നത്. എയർടെൽ എക്സ്ട്രീം OTT പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ ആഹാ തെലുങ്കിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴ് ഡബ്ഡ് വേർഷൻ ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് ത്രില്ലർ മൂവിയാണ്. 28 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. എ മൈൻക്രാഫ്റ്റ് മൂവി എന്നാണ് ഈ ആക്ഷൻ ഫാന്റസി കോമഡി വിഭാഗത്തിലുള്ള സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ ബുക്ക് മൈ ഷോസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഭവാനി വാർഡ് 1997 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മേഘ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് മൂവിയാണ്. പ്രേംകി അമരൊക്കെ പ്രധാന വേഷം കൈകാഴ്ച വല്ലമൈ എന്ന് പറഞ്ഞ സിനിമ ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ജനക ഐത്തെ ഗനക എന്നാണ് സിനിമയുടെ പേര്. തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ ഒരു സിനിമ സിംപ്ലി സൗത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. സൈറൻസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. നോക്ക് നോക്ക് കോൺഹെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നോക്ക് നോക്ക് കോൺഹെ സിനിമ MX പ്ലെയറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഹേർട്ട് ബീറ്റ് എന്ന സീരീസിന്റെ 2ാമത്തെ സീസണ് തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു അനിമേഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡോഗ്മാൻ എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ 2 ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്രോപ്പ് എന്നാണ് സിനിമയുടെ പേര്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലാണ് 2 ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ഫയർഫ്ലൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഇംഗ്ലീഷ് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇൻഹെറിറ്റൻസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലയൺസ്ഗേറ്റ് ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. സരംഗപാനി ജാതകം എന്നാണ് സിനിമയുടെ പേര്. തെലുങ്ക് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സുമോ എന്നാണ് സിനിമയുടെ പേര്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ആമസോൺ പ്രൈം, ടെൻകോട്ട ഈ 3 OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു തെലുങ്ക് ഹൊറർ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. തന്ത്ര എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ആഹാ തെലുങ്കിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് സൽമാൻ ഖാനും രശ്മിക മന്ദാനിയൊക്കെ പ്രധാന വേഷം കൈകാഴ്ച ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. സിക്കന്ദർ എന്ന് പറഞ്ഞ സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഹിന്ദി ഭാഷ മാത്രമേ ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ളൂ. അടുത്തത് ഒരു ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഫിയർ സ്ട്രീറ്റ് പ്രോം ക്യൂൻ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. വൈറൽ പ്രപഞ്ചം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ്
കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത, അതായത് മെയ് മാസം 19 തീയതി മുതൽ 25 തീയതി വരെ OTT റിലീസ് ചെയ്തതായിട്ടുള്ള സിനിമകളായിട്ടുള്ളത് ഇത്രയും സിനിമകളാണ്. ഏകദേശം 29ഓളം റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.